നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായിട്ടാണോ സ്നേഹിക്കുന്നത് എന്ന് നമുക്ക് ഇന്നത്തെ ഈ ഒരു റീഡിങ്ങിൽ നോക്കാം. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് us. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് us. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് us. സോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായിട്ടാണോ സ്നേഹിക്കുന്നത്? ഓക്കെ, ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ വളരെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത് എന്ന് നമുക്കിവിടെ കാണുന്നുണ്ട്. പക്ഷേ കുറച്ച് വാശിയുള്ള ഒരു കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയാണ്. ഭയങ്കര ദേഷ്യമാണ്. അവർ പുറമേന്ന് അവരുടെ ഒരു സ്നേഹം എപ്പോഴും പ്രകടമാക്കുന്ന തരത്തിൽ അല്ല അവരുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങളും അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുമുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തി ആത്മാർത്ഥമായിട്ട് തന്നെയാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്. പലപ്പോഴും അത് മനസ്സിൻ്റെ ഉള്ളിൽ വെച്ച് നിങ്ങളോട് പലപ്പോഴും ആ ഒരു സ്നേഹം അവർ പ്രകടമാക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയല്ല. ഹി ഓർ ഷീ, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ആരാണേലും ഈ വ്യക്തി എന്ന് പറയുമ്പോൾ പുറമേന്ന് അങ്ങനെ കൂടുതലായിട്ട് പ്രകടമാക്കുന്ന ഒരു സ്വഭാവമല്ല. അപ്പം ആ ഒരു പ്രകടമാക്കാത്ത ഒരു സ്വഭാവം കാരണം തന്നെ ഇവർ ആത്മാർത്ഥമായിട്ടാണോ നിങ്ങളെ സ്നേഹിക്കുന്നത് എന്ന് പോലും നിങ്ങൾ പലപ്പോഴും അവിടെ സംശയിക്കുന്നുണ്ട്. എന്നാൽ സംശയിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നിങ്ങളെന്ന് പറയുമ്പോൾ എക്സ്പ്രസീവാണ്, പക്ഷെ ആ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ എക്സ്പ്രസീവ് അല്ല. അവർ പുറമേന്ന് ഒത്തിരി പ്രകടമാക്കാത്തതും നിങ്ങൾ പുറമേന്ന് എല്ലാം കൊണ്ട് പ്രകടമാക്കുന്ന ഒരു സ്നേഹവുമാണ് ഇവിടെ രണ്ടുപേരുടെയും ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണുവാൻ വേണ്ടി കഴിയുന്നത്. സോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ഒരുപാട് ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹം അവർക്ക് എന്നും നിലനിൽക്കണമെന്നുള്ളൊരു താല്പര്യവും ഉണ്ട്.